എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ഓണേഴ്സിന് ഏറ്റവും കൂടുതലും വേണ്ട ഒരു സെഷനാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ലീഡ്സ് നമുക്ക് എങ്ങനെ വോളിയം കൂട്ടാം, സെയിൽസ് സൈഡിൽ എങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും നേരം കിട്ടിയതെല്ലാം ഒരു ഐഡിയ ആയിട്ടുണ്ടോ? ഇവിടുന്ന് കിട്ടിയ നോളജ് ലൈക്ക് പ്രോസസ്സുകൾ എല്ലാം ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല ഇന്നത്തെ ക്ലാസ്സിന് വന്നതുകൊണ്ട്? ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പം ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ളൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണലിൻ്റെ ഗിറ്റ്സ് ആണ് കംപ്ലീറ്റ്ലി ടെക്നോളജി പവറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷനും ഇൻഫോ പാർക്കും ഡിജിറ്റലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെ ലൈക്ക് നമ്മൾ മാർക്കറ്റിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ ടോപ്പിക് എടുത്തിരിക്കുന്നത്. എന്താണ് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം? അതായത് നമ്മൾ പലപ്പോഴും മാർക്കറ്റിലുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എന്ത് സാധനത്തിനാണോ അതിനെ വിൽക്കണമെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡിമാൻഡാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് മാർക്കറ്റിങ്ങിൻ്റെ. അതായത് ഇപ്പം എന്ത് സാധനം ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഒരു കുപ്പിവെള്ളം തന്നെ ആയിക്കോട്ടെ, ലൈക്ക് ആ ഒരു കുപ്പിവെള്ളം വിൽക്കണമെങ്കിൽ തന്നെ വെള്ളം വേണ്ട ഒരാളുടെ അടുത്തല്ലേ അത് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാളുടെ അടുത്ത് അത് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൈറ്റ് ഓഡിയൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നീഡി ആയിട്ടുള്ള പീപ്പിളിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ വെറുതെ ബ്ലാങ്ക് ആയിട്ട് നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ ആഡ് ചെയ്യുമായിരുന്നു. ആൾക്കാർ ഒരു പരിപാടിക്ക് ഫസ്റ്റ് ന്യൂസ് പേപ്പർ ആഡ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ ആഡ് ഉപകാരമുണ്ട്, പക്ഷേ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലാത്തവരിലേക്ക് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം നമ്മൾ മണി സ്പെൻഡിങ് കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ചെറിയ ബ്രോഷേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് വെറുതെ പബ്ലിക്കായിട്ട് നിങ്ങൾ അധികം അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് വീടുകളിൽ സ്റ്റുഡൻസിന് പേരൻസിൻ്റെ അടുത്ത് മാത്രം അതിനെ എത്തിക്കാം. അത് പ്രോപ്പർലി ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കൺവേർഷൻ ബിസിനസ്സിലേക്ക് വരുള്ളൂ. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും പല പല ലൊക്കേഷനാണ്. അതുകൊണ്ട് പല സ്ഥലത്തും പല പൊട്ടൻഷ്യൽസാണ് ഉള്ളത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും പല സ്ട്രാറ്റജി വർക്കൗട്ട് ആവുക. അപ്പോൾ നമ്മൾ ബ്രാൻഡ് അവിടെ എല്ലാ കാര്യത്തിലും, ഇപ്പം അമ്പലത്തിൽ ഉത്സവം വന്നാലും പള്ളി പെരുന്നാൾ വന്നാലും നമ്മുടെ ബ്രാൻഡ് അവിടെ മുന്നിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതായത് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയും. അതായത് നമ്മുടെ ബ്രാൻഡിനെ ആൾക്കാർ ആദ്യം കാണിക്കുക, അതിനെ അവെയർ ആക്കുക. അതായത് ഈ ഒരു ബ്രാൻഡ് കണ്ടാൽ നമുക്കറിയണം ഇത് ഇന്നതാണ് ഇവരുടെ സർവീസ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം അതേപോലെ നിങ്ങൾ ബ്രാൻഡ് അവയർനെസ്സിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക. എല്ലാ പരിപാടിയിലും നിങ്ങളുടെ ബ്രാൻഡ്സിനെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ ലൈക്ക് മാർക്കറ്റ്. ഇപ്പം പല ആൾക്കാരും പറയും ബിസിനസ് ചെയ്യുമ്പം നമ്മുടെ മാർക്കറ്റ് പോരാ, മാർക്കറ്റ് ഇല്ല. മാർക്കറ്റ് എപ്പോഴും ഉണ്ട്. അതായത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിൽ നിന്ന് മാറി, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സാധനം ഫോക്കസ് മാറി വിൽക്കാൻ പോകുമ്പോഴാണ് വർക്കൗട്ട് ആവാത്തത്. നമ്മളിപ്പം ഞാൻ എഡ്യൂക്കേഷൻ്റെ ഒരു കാറ്റഗറി എടുത്ത് വെച്ചിട്ട് പറയുകയാണ്. ഒരു കുട്ടി ഒരു ബേസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടിയുടെ അടുത്ത് നമ്മളൊരു 50 അല്ലെങ്കിൽ ഒരു 60 lakhs പ്രോഗ്രാം അവനോട് പറയുമ്പോൾ അവൻ പേടിച്ച് പിന്മാറത്തേ ഉള്ളൂ. നമ്മൾ അവൻ്റെ അടുത്ത് പറയേണ്ടത് അവൻ അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മുന്നേ വരുന്ന ഒരാളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അത് ഏതൊരു ലൈക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളും ഫസ്റ്റ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്താണ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം പുള്ളിയോട് സംസാരിക്കുക. ഒരിക്കലും അവരെ പേടിപ്പിക്കരുത്. അതായത് ചെറിയ കുട്ടികൾ ലൈക്ക് വരുമ്പം അവൻ ഫസ്റ്റ് കരുത് ഇത്രയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ആ ഒരു തോട്ട് റിവൈസ് ചെയ്യും. അത് മാറ്റാതെ ചെറിയ പ്ലാൻസിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി ആ ഇൻട്രസ്റ്റിനെ മോൾഡ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ബിസിനസ് ക്ലോസിങ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഡിമാൻഡ് ഓൾറെഡി. പിന്നീട് മാർക്കറ്റ് പ്ലാനിങ്. ഇപ്പം പുതിയ ഫ്രാഞ്ചൈസീസ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് ഫ്രാഞ്ചൈസീസ് ആണെങ്കിലും ബിസിനസ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾ സ്റ്റാഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഓൾ സ്റ്റാഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരോടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസ് പറയാം. ഇപ്പോൾ ലീഡ്സ് ഇല്ല, സെയിൽസ് ഇല്ല, എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ടാവും, സപ്പോർട്ടില്ല. ആ ഇഷ്യൂസിനുള്ള സൊല്യൂഷൻസ് നിങ്ങളവിടെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയി. ഇപ്പം നിങ്ങളുടെ സ്റ്റാഫ് പറയുകയാണ് എനിക്ക് കിട്ടുന്ന ലീഡ്സിന് ക്വാളിറ്റി ഇല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട മെയിൻ തിങ് ആ ലീഡ്സിൽ 1 2 നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇത് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്, നമ്മൾ അങ്ങനെ സംസാരിച്ചപ്പോൾ കിട്ടി.
ലൈക്ക് ആ കാര്യം അവരെ പ്രോപ്പറായിട്ട് അവെയർ ആകുമ്പോൾ അവർക്കൊരു ഐഡിയ ആവും, ലൈക്ക് ഓക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ലൈക്ക് അല്ലാതെ നമ്മൾ ഫുൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കരുത്, നമ്മൾ ഫസ്റ്റ് ലീഡ് ചെയ്ത് കാണിക്കുക. ഇൻക്ലൂഡിങ് കോളിംഗ് ആയിക്കോട്ടെ, ക്ലോസിംഗ് ആയിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഓണറിനെ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസി ലീഡ് ചെയ്യുന്ന ആൾക്ക് ഓൾമോസ്റ്റ് ഓൾ ഏരിയ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. അതേപോലെ ഡിജിറ്റൽ സൈഡിലും നിങ്ങളെല്ലാവരും അവെയർ ആവുക. ലൈക്ക് നിങ്ങൾ ചെയ്യണ്ട, പക്ഷേ നിങ്ങളെ ഒരാൾ അവിടെ പറ്റിക്കരുത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന മേഖല നല്ല രീതിക്ക് പറ്റിയത് നടക്കുന്നുണ്ട്. അതായത് പല പൈസ മേടിച്ചിട്ട് പ്രോപ്പറായിട്ട് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യില്ല. കാര്യം നമുക്ക് കുറേ ലീഡ്സ് വരും, അതിനകത്ത് ഫേക്ക് ലീഡ്സ് ഉണ്ടാവും. അപ്പോൾ പറയും അത് ലീഡ്സിൽ ബ്ലാങ്ക് ആയിട്ട് വന്നതെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റൈറ്റ് ഓഡിയൻസിൽ ചെയ്താൽ 100 രൂപയ്ക്ക് ചെയ്താൽ, ലൈക്ക് 100 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, 100% ചെയ്താൽ ഒരു 70% നമ്മളെ എൻക്വയറി ചെയ്ത് വന്നേക്കുന്നത്. 70 അല്ല, 100 എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. അതിൽ 70% ആൾക്കാർ സമ്മതിക്കുള്ളൂ. 30% ആൾക്കാർ പറയും അയ്യോ അത് അറിയാതെ വന്നത്, മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. പക്ഷേ 70% ആൾക്കാരും അത് എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. ആ 70%വും കിട്ടുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ ആ ബിസിനസ് അവിടെ ക്ലോസ് ആവും. പക്ഷേ നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ അല്ല നാളെ വിളിക്കാം, ഒന്നും പാടില്ല. നമുക്ക് ലീഡ് ഇന്ന് രാത്രി 8:30 എൻക്വയറി വന്നേ, 8:45 നമ്മൾ അവരെ വിളിച്ചാൽ ബിസിനസ് ക്ലോസ് ചെയ്യാം. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, സാർ ആക്ച്വലി ഇതുപോലെ ഒരു എൻക്വയറി വന്നിരുന്നു, സാറിന് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആ രാത്രിയിലുള്ള ബാക്കി ടൈം എന്ന് വെച്ചാൽ ആള് വീണ്ടും ഈ ഒരു സാധനം ആളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആൾ വേറൊരാളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ആൾക്ക് വേറൊരു സജഷനും റെഫറൻസും എല്ലാം അവിടെ ക്രിയേറ്റ് ആവും. ആ റെഫറൻസിങ് നിങ്ങൾ അനുവദിക്കരുത്. ഒരു ലീഡ് വന്നാൽ നിങ്ങളുടെ കിട്ടി അപ്പം തന്നെ വിളിക്കുക, ക്ലോസ് ചെയ്യുക. അതായത് ക്ലോസിംഗ് എന്ന് വെച്ചാൽ ചെറിയൊരു ടോക്കൺ അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളത് റിസീവ് ചെയ്തുകൊണ്ട് വേണം അത് ക്ലോസ് ചെയ്യാൻ. അല്ലാതെ ചെയ്യാം, ഓക്കെ ചെയ്യാം, അങ്ങനെ ഒരു ടോക്കില്ല, ക്ലോസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 4 എലമെന്റ്സ് ആണുള്ളത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, പേപ്പർ ക്ലിക്ക്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എല്ലാവരുടെയും ഡിജിറ്റൽ വെബ്സൈറ്റ്സ്, നല്ലൊരു അടിപൊളി വെബ്സൈറ്റ് എല്ലാവരും എൻഷുർ ചെയ്യണം. ആ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മെയിൻലി ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ലൈക്ക് അങ്ങനെയുള്ള മെയിൻ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പണ്ട് മുതലുള്ളൊരു കാര്യമാണ്. നമ്മൾ കാണില്ലേ, ലൈക്ക് ഒറ്റ ഇതേ ഉള്ളൂ, പോപ്പിക്കൂട മഴ വന്നാൽ പോപ്പിക്കൂട, അതായിരുന്നു ആ ഒരു ഡയലോഗ്. അപ്പം അതൊരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റിനെ അവർ മാർക്കറ്റ് ചെയ്ത്, അതാണ് ബേസിക്കലി കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിലേക്ക്. ആ ഒരു കണ്ടന്റിനെ ആയിരിക്കും നമ്മൾ പുഷ് ചെയ്യുക. നെക്സ്റ്റ് ഒന്ന് ബാക്കി. പേഴ്സണൽ മാർക്കറ്റിംഗ്, അതായത് നമ്മൾ എല്ലാവരും പേഴ്സണൽ മാർക്കറ്റിംഗ് ചെയ്യണം. അതായത് നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തി നമ്മളെ സ്വയം സെയിൽ ഔട്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ടോക്കിൽ പറഞ്ഞിരുന്നു, നമ്മളെ പേഴ്സണൽ മാർക്കറ്റിംഗ് ചെയ്യണം. നമ്മൾ മുന്നിലൊരു കുട്ടി വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ കുട്ടിയോട് പറയാം, നമ്മളിതുപോലെ ഇൻഫോ പാർക്ക് ബേസ്ഡ് കമ്പനിയുടെ കൗൺസിലറാണ്, നമ്മൾ അതിൻ്റെ ബ്രാഞ്ചാണ്. അല്ലാതെ നമ്മളൊരു ബേസിക് ഒരു കൗൺസിലർ അല്ല. നമ്മുടെ പ്രൊഫൈലിംഗ് അവിടെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് വളരെ കുറവായിരിക്കും. അവിടെ റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അവിടെ നമ്മുടെ പ്രൊഫൈലിങ്ങിലൂടെ മാത്രമേ നമുക്ക് റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം റെസ്പെക്ട് അവിടെ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ള എല്ലാ കൺസൾട്ടൻസീസ് കമ്പയർ ചെയ്യുന്നതിലും ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മളെ ചൂസ് ചെയ്യും. ആ ഒരു ബെസ്റ്റ് റെസ്പെക്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഇനിഷ്യലി ഉള്ള ഇനിഷ്യേറ്റീവ് നിങ്ങളെല്ലാവരും ഫസ്റ്റ് അത് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ വരുന്ന കുട്ടികൾ നമ്മളെ കുഞ്ഞു കളിച്ച് വിടത്തേ ഉള്ളൂ. സോ അവിടെ ഒരു റെസ്പെക്ട്, നമ്മുടെ പ്രൊഫൈലിംഗ്, നമ്മുടെ ഡ്രസ്സിങ് എല്ലാം മാറണം. അതൊക്കെ മാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് മാറും. അതേപോലെ നമ്മളുടെ ഓൾറെഡി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൊഫൈൽസും നമ്മുടെ ഫോട്ടോസ് ഇടുമ്പോൾ നമ്മുടെ ലൈക്ക് ജോബ് ടൈറ്റിൽസ്, നമ്മുടെ കമ്പനി നെയിം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പേഴ്സണൽ ബ്രാൻഡിങ്. ഓൾറെഡി പറഞ്ഞു, നമ്മൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡായി മാറണം. നമ്മളൊരു ബ്രാൻഡിനെ ഡിനോട്ട് ചെയ്ത് വേണം ഒരു കുട്ടിയുടെ മുന്നിൽ സംസാരിക്കുമ്പോഴും ലൈക്ക് ദിസ് ഈസ് ദി ബ്രാൻഡ്. അല്ല നമ്മളിപ്പോൾ അവരോട് ചോദിച്ചിട്ടൊന്നല്ല, ലൈക്ക് നമ്മളാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആ ബ്രാൻഡിന്റെ ഡിസിഷൻ മേക്കർ നമ്മളാവണം അവിടെ ഒരു ഫ്രാഞ്ചൈസി വഴി വരുന്ന എല്ലാ അഡ്മിഷൻസിൻ്റെയും. പിന്നെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ മാർക്കറ്റിംഗ് ബ്രാൻഡിങ്ങും പറഞ്ഞു എല്ലാവരും ഇപ്പോൾ ഓക്കെ പറയും. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അത് വേണ്ട, അതായത് ചുമ്മാ പറഞ്ഞാൽ
അങ്ങനെ ചിന്തിക്കരുത്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ മാത്രമേ നിങ്ങളൊരു ട്രാക്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഗോളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തുള്ളൂ. നിങ്ങൾ ഒരു ഫോക്കസ്, നിങ്ങൾ സ്വയം വിശ്വസിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ മാറിയാൽ എനിക്ക് ആ ഒരു ഓൾറെഡി നമ്മുടെ ചെയർമാൻ സാർ പറഞ്ഞ 1 CR എന്ന് പറഞ്ഞൊരു ടേൺ ഓവറിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫ്രാഞ്ചൈസിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ സ്വയം ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളിൽ ഉള്ളൊരു പവർ ഉണ്ട്, നിങ്ങൾ ഇത്ര ആയിട്ടുണ്ട്. ലൈക്ക് നമ്മളൊക്കെ ലൈഫിൽ എന്തായിരുന്നു എന്നുള്ള ഒരു 10-15 വർഷം മുന്നേ നമ്മളൊക്കെ വെറും സീറോസ് ആയിട്ടുള്ളവരുണ്ടാവും, ഗ്രോയിങ് സ്റ്റേജിലുള്ളവരുണ്ടാവും, ഫൈറ്റിംഗ് സ്റ്റേജിലുള്ളവരുണ്ടാവാം. അവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ളത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 1 CR ടേൺ ഓവർ നമ്മുടെ ഫ്രാഞ്ചൈസി എത്തിക്കണമെങ്കിൽ നമുക്ക് സാറ് പറഞ്ഞാൽ 100 സ്റ്റുഡൻസിനെ ചെയ്താൽ മതി. നമുക്ക് ഒരു വർഷം 336 സംതിങ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഒരു 100 സ്റ്റുഡൻസിനെ ചെയ്യാൻ നമുക്ക് എന്തൊരു ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 100 സ്റ്റുഡൻസിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 1 CR എന്ന ടാർഗറ്റിൽ എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസീസ് എപ്പോഴും ഒരു 3 month പ്ലാൻ, ഒരു 6 month പ്ലാൻ, ഒരു 1 year പ്ലാൻ. അതായത് ഒരു 3 month കൊണ്ട് ഞാൻ ഇത്ര ഗ്രോത്തിൽ എത്തിയിരിക്കും, 6 month കൊണ്ട് ഇത്ര എത്തിയിരിക്കും, 1 year കൊണ്ട് എത്തിയിരിക്കും. എന്നിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ഓരോ മാസവും. അങ്ങനെ പ്രോപ്പർ പ്ലാനിങ് എല്ലാവരും ഓഫീസിൽ പോയിട്ട് ഇനിഷ്യലി ചെയ്യുക. ആ ഇനിഷ്യലി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രാക്ക് കിട്ടുള്ളൂ. ആ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ സ്ട്രാറ്റജീസ്, അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ആ ലൊക്കേഷനിലുള്ള ആൾക്കാർ തന്നെ പ്ലാൻ ചെയ്യണം. എൻ്റെ നാട്ടിൽ എന്ത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. ചിലയിടത്ത് ചില ആൾക്കാരുടെ പ്രൊഫൈലായിരിക്കും, നമ്മൾ ചില വ്യക്തികളെ കൂടെ ചേർത്ത് നിർത്തിയാൽ ചിലപ്പോൾ നമ്മുടെ കച്ചവടം ചില ഏരിയയിൽ നടക്കുള്ളൂ. അങ്ങനെ ഓരോ ലൊക്കേഷനും ഓരോ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ആ ട്രാക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എന്നോട് സംസാരിക്കാൻ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഡെവലപ്പിംഗ് റിലേഷൻസ്, എവിടെ പരിപാടി ഉണ്ടെങ്കിലും പോകണം. നാട്ടിലെ എന്ത് പരിപാടിയിൽ പോവുക, എന്ത് പരിപാടി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഒഴിവാക്കരുത്. കാര്യം അത് നമ്മുടെ മാർക്കറ്റാണ്. നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവർ ഒന്ന് ചോദിക്കുക, നീ ഇപ്പോൾ ഇവിടെ അല്ലേ, നീ ഇപ്പോൾ ഈ കമ്പനിയിലല്ലേ, അപ്പോൾ ആ കമ്പനി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയും കണക്ട് ചെയ്ത് ധാരാളം ബിസിനസ്സുകൾ കിട്ടുന്നൊരു മാർക്കറ്റാണ്. ഒരു കല്യാണം ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന നാട്ടിലുള്ള ഇവന്റ്, ഉത്സവങ്ങൾ, കാര്യങ്ങളെല്ലാം, ആ ഇവന്റ്സ് എല്ലാം പ്രോപ്പർലി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു ബിസിനസ് നെറ്റ്വർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം പ്രോപ്പർലി പോയി ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുക. കാര്യം അവിടെ എല്ലാം നിങ്ങളുടെ ബ്രാൻഡാണ് വരുന്നത്. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നല്ല മാർക്കറ്റാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജസ് അതൊന്നും വിടരുത്. അവിടെയൊക്കെ എക്സിബിഷൻസ്, ഇവന്റ്സ് ഒക്കെ വരും. അവിടെയൊക്കെ പോകണം. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്കൊരു സ്പീച്ചിനുള്ളൊരു സ്പേസ് അവിടെ നേടിയെടുക്കണം. ആ സ്പീച്ച് കേട്ട പിള്ളേർ നമ്മുടെ ഓഫീസിൽ വരുവാൻ വേണം. അത് നിങ്ങൾ പ്രോപ്പർലി കണ്ടിന്യൂസ്ലി നിങ്ങൾ ട്രെയിൻ ചെയ്യുക. നെക്സ്റ്റ്, താങ്ക് യു. ഓടിച്ചു വിട്ടു തീർത്താണ്. നിങ്ങൾക്ക് മനസ്സിലായേക്കുന്ന വളരെ ചെറിയൊരു അംശം പോലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ടൈം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്നാണ്. ഡീപ്പായിട്ട് പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. കാര്യം സെയിൽസും ലീഡ് ജനറേഷനും ലീഡ് മാനേജ്മെൻറ്റും മാർക്കറ്റിംഗ് കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ CRM കൂടി ഇനിയിപ്പോൾ എടുക്കണമെന്ന് എനിക്ക് മൈൻഡിലില്ല. CRM ഞാൻ സെപ്പറേറ്റ് നമുക്കൊരു ഓൺലൈൻ ഒരു സെഷൻ എടുത്ത് കൊടുക്കാം. അതായിരിക്കും ബെറ്റർ. കാര്യം ഞാനിപ്പോൾ ഈ ഒരു ഓടിച്ചാൽ ഈ സാധനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന, ഞാൻ 100% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കേൾക്കുമ്പോൾ കിട്ടുന്നത് ഒരു 30 to 40% ഗ്രാസ്പിംഗ് പവർ ഉള്ള ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ, പിന്നീട് അത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അത് 10% ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങി അവസാനം ഒന്നും ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ എനിക്കും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് ഇങ്ങനെ ഓടിച്ചിട്ട് തീർത്തതിൽ. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷൻ എങ്ങനെയാണെങ്കിലും ഒരു ഓൺലൈനിലാണെങ്കിലും ഞാൻ ഇവിടെ മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ട് അത് അറേഞ്ച് ചെയ്യാം. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് ആദ്യം ചെയ്യാൻ മടിയാവും, ബുദ്ധിമുട്ടാവും. പക്ഷെ അത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു പ്രാക്ടീസ് മാത്രമേ